മലയാളി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അരി വറുത്ത് പൊടിച്ച പലഹാരമാണ്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ അരി വറുത്ത് പൊടിച്ച പലഹാരത്തിലേക്ക് നമുക്ക് എന്തെല്ലാം ചേർക്കാമെന്ന് നോക്കാം. ഇവിടെ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് അരിയൊക്കെ എത്ര വേണമെങ്കിലും എടുക്കാം. അരി, കുറച്ച് ഏലക്ക, പഞ്ചസാര ചേർത്ത് പൊടിച്ചത്, ഒരു അരമുറി തേങ്ങ, കുറച്ച് പഞ്ചസാര. നമുക്കിനി അരി വറക്കാൻ നോക്കാം. ഒരു പാത്രം വെച്ച് സ്റ്റൗ കത്തിക്കാം. പാത്രം നന്നായി ചൂടായതിന് ശേഷം അരി ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ പാത്രം നന്നായി ചൂടായതുകൊണ്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി നമ്മൾ കുറച്ചായിട്ട് പൊടിക്കണം. അപ്പോൾ അത് 2 ഗ്ലാസ് അരിയാണ്, ഞാൻ അതിൻ്റെ പകുതിയാണ് പൊടിക്കുന്നത്. ഇത് 2 പ്രാവശ്യമായിട്ട് നമുക്ക് പൊരിക്കാടാം, വറുത്തെടുക്കണം. നമ്മൾ തീ വളരെ കുറച്ച് വെക്കണം. ഇതിന്ന് പുക വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ തീ കുറേയും കൂടിയൊക്കെ കുറച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ എല്ലാം അരിമണിയും പൊരിയണ പോലെയാക്കി ഇങ്ങനെ ഇടയ്ക്കും തിളയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കരിയാതെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ പൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ. ഇത് അരി ഇപ്പോൾ പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തീ ഓഫാക്കിയിട്ട് ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് കൊട്ടാം. വീണ്ടും നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി പൊരിച്ചെടുക്കാം. അരി പൊരിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം വളരെ ലോയിലാക്കിയിട്ട് നല്ല എപ്പോഴും ഇങ്ങനെ ഇളക്കിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ കരിയടി. അപ്പം ഇതും പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതും എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി ഇത് നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് ഇത് ഒരു വേറെ പാത്രത്തിലേക്ക് കൊട്ടാം. ഇനി നമുക്ക് ഈ അരി വറുത്തലേക്ക് നമ്മൾ നാളികേരം ചിരകി വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 4 വലിയ സ്പൂൺ പഞ്ചസാര ചേർത്തത്. ഒരു 2-3 4 ഏലക്ക പഞ്ചസാര കൂട്ടി പൊടിച്ചതാണിത്. അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ഫുള്ളാക്കി ഇടരുത്. ഒരു പകുതി വെച്ചിട്ട് ഇട്ടിട്ട് പകുതിശം നമ്മൾ പൊടിച്ചെടുക്കണം, കുറേശ്ശെയായിട്ട്. ഇത്രയ്ക്കായിട്ട് ഫുള്ളാക്കരുത്. കഷ്ടി പകുതിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരി വറുത്ത് പൊടിച്ച പലഹാരം തയ്യാറായിട്ടുണ്ട്. ഇത് അരി, നാളികേരം, പഞ്ചസാര, ഏലക്കയും കൂടി പൊടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അരി വറുത്തതൊന്ന് ചൂടാറിയിട്ട് പൊടിക്കുക. പിന്നെ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാറ് ചൂടാവും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് ഒരു ട്രിപ്പ് എടുത്ത് കൊട്ടിയതിന് ശേഷം സ്വല്പം ചൂട് ആറിയതിന് ശേഷം വീണ്ടും അടുത്ത ട്രിപ്പ് പൊടിക്കണം. ഇത് നമുക്ക് 4 മണി ചായയുടെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു രസമുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. എൻ്റെ ഈ പലഹാരം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ മറ്റൊരു വിഭവമായി വീണ്ടും കാണാം.